നമസ്കാരം. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. നമ്മുടെ ഒരു അവാർഡ് ഷോ ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് വാർത്തകളൊക്കെ വളരെ പെൻഡിങ്ങിലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന വാർത്ത താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അമ്മയുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ഞായറാഴ്ച അമ്മയുടെ ജനറൽ ബോഡി നടക്കുകയാണ്. ജനറൽ ബോഡി നടക്കുന്നു എന്ന് പറയുമ്പോഴും അത് ഏത് രീതിക്കാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. എനിക്ക് അമ്മയിലുണ്ടായ സംഭവങ്ങളൊന്ന് ചുരുക്കത്തിൽ പ്രേക്ഷകരെ അറിയിക്കണം. ഞാൻ എന്തുകൊണ്ട് വാർത്ത ചെയ്യുന്നില്ല, എന്താണ് വാർത്ത ചെയ്യാത്തതെന്ന് ചോദിക്കുന്നവർക്ക് വാർത്ത ചെയ്യാൻ ഞാനൊരു പ്രോഗ്രാമുമായിട്ട് അതിൻ്റെ പിന്നിലായിരുന്നു. പക്ഷേ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത്. അൻസിബയുമായുള്ള വിഷയങ്ങൾ ഇവർ നടക്കുന്നു. ലക്ഷ്മിപ്രിയ, നീനാക്കുറുപ്പുമായുള്ള വിഷയങ്ങൾ നടക്കുന്നു. ഇതൊക്കെ പോലീസ് കേസൊക്കെ ആയി. പക്ഷേ അതിൽ 2-3 കാര്യങ്ങൾ ക്ലാരിറ്റിയോട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം. അൻസിബിനെ ടിനിട്ടും ജിഹാദി എന്ന് വിളിച്ചു എന്നൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. പക്ഷേ പോലീസിൽ കേസ് കൊടുത്തു, പോലീസിൽ കേസ് നിൽക്കില്ല എന്നൊക്കെ പറയുന്നു, കോടതിയിൽ പോകുന്നു എന്നൊക്കെ പറയുന്നു. അൻസിബ അതിനുശേഷം മാധ്യമങ്ങൾ കണ്ട് പറഞ്ഞു, ഈ കമ്മിറ്റി രൂപം കൊണ്ട കാലം മുതൽ, തുടക്കം മുതൽ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, എന്നെക്കുറിച്ച് വലിയ രീതിയിൽ അവിഖ്യാതികൾ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരാണ് പറഞ്ഞതെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. തുടക്കത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വാർത്ത ചെയ്ത ഒരാളാണ് ഞാൻ. ആദ്യത്തെ എക്സിക്യൂട്ടീവ് യോഗം മീറ്റിങ്ങിൽ തന്നെ അൻസിബ അവിടെ കരയുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അന്ന് അൻസിബയെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? അത് കൃത്യമായി അൻസിബയ്ക്കറിയാം, അവിടെ ഉള്ളവർക്കറിയാം. ഇവരുടെ ഒന്നും പേര് പുറത്തേക്ക് വിടണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ തുടക്കം മുതലുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളൊക്കെ ഇതിൽ ഭാഗമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലറിയാം, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എല്ലാം ഒരാളുടെ തലയിലേക്ക് എത്തുന്നതിൽ ശരിയല്ല. പക്ഷേ ജിഹാദി എന്ന് വിളിച്ചു എന്ന് ടിനി ടോം വിളിച്ചു എന്ന് അൻസിബ് പറയുമ്പോൾ അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് നിൽക്കുകയുള്ളൂ. പക്ഷേ അത് മറ്റൊരാൾ കേട്ടു എന്ന് മാത്രമാണ് അൻസിബ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അത് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ടിനി ടോം ചെയ്തത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊരാൾ പറയുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ അതിന് തെളിവുകൾ വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നീനാക്കുറുപ്പാണ് കേട്ടത്. നീനാക്കുറുപ്പും ടിനി ടോമുമായിട്ടുള്ള കുടുംബ സംഗമത്തിൽ വലിയ വിഷയമുണ്ടായി. അതിൻ്റെ ഒരു വാശി തീർക്കാൻ വേണ്ടി ടിനി ടോമിനെ ബലിയാടാക്കാൻ വേണ്ടി നീനാക്കുറുപ്പ് പറഞ്ഞതാണോ എന്നും അറിയില്ല. അത് എനിക്കറിയില്ല. ഞാനത് അറിയില്ലാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയും. പക്ഷെ ഉണ്ടായ സംഭവങ്ങൾ തുടക്കം അൻസിബ മത്സര രംഗത്ത് വരുമ്പോൾ തന്നെ അൻസിബയെക്കുറിച്ചും അതിലൊരംഗത്തെക്കുറിച്ചും വളരെ മോശമായി അംഗം പറയുകയും അതിനെതിരെ സൈബർ സെല്ലിൽ പോലീസിൽ പരാതി നൽകുകയും പോലീസിൻ്റെ പരാതി നൽകിയ കോപ്പി സഹിതം എൻ്റെ ലഭിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ആ കേസൊന്നും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല എന്നതും സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഒരു വൈരാഗ്യ ബുദ്ധി വരാനുള്ള കാരണം എന്താണെന്ന് കൃത്യമായി എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകേണ്ടവരാണ് എന്നും കാണേണ്ടവരാണ്. അന്ന് അൻസിബയ്ക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന് ആ സംഭവത്തിൽ ആദ്യത്തെ മീറ്റിങ്ങിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ടിനി ടോമും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ എല്ലാവരും ചേർന്നായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കൈലാഷ് ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് നിന്നതെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ അതിൽ ബന്ധപ്പെട്ട ഒരാളായിരുന്നു. അന്ന് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളാണ്. പിന്നീടാണ് പെട്ടെന്ന് ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരു വിഷയമുണ്ടായി. ഇങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അന്ന് കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ മറ്റ് ചേരിയിൽ നിന്നുകൊണ്ടും നീനാക്കുറുപ്പുള്ളവർ മറ്റ് ചേരിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് അവർക്കെതിരെയായിരുന്നു ഈ ഗ്യാങ്. അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് തിരികുകയും ചെയ്തു. ശ്വേതാമേനോനിൽ വിശ്വാസമില്ല എന്ന് അൻസിബ പറയുന്ന ഒരു സാഹചര്യം ഈ ഇടയ്ക്ക് ഞാൻ കേട്ടിരുന്നു. അതും എനിക്ക് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ശ്വേതാമേനോൻ അൻസിബയുടെ ഒരു സഹോദരൻ്റെ കല്യാണത്തിന് വരെ പങ്കെടുത്ത്, ഇവരെല്ലാവരും പങ്കെടുത്തു, ഞാനും പങ്കെടുത്താണ്, കല്യാണത്തിനൊക്കെ പങ്കെടുത്താണ്. അന്നും അതിനു മുമ്പെയാണ് അൻസിബ രാജിവെക്കുന്ന കത്ത് നൽകിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നൊക്കെ ഇവർ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടുകൂടി നിൽക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടാണ്. പിന്നെ എവിടെയാണ് ഈ പാളിച്ച പറ്റിയിരിക്കുന്നത് കൃത്യമായിട്ട് അറിയേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനിതുമായിട്ട് അൻസിബയോട് സംസാരിച്ചതാണ്. അൻസിബ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് അൻസിബ എന്നോടും പറഞ്ഞതാണ്. പക്ഷേ പറയപ്പെട്ടു എന്ന് ഞാൻ കേട്ടു എന്ന് മാത്രമാണ് അൻസിബ പറഞ്ഞത്. അൻസിബ ഈ സംഘടനയ്ക്ക് വേണ്ടി തുടക്കം മുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച കുട്ടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെയാണ് കുക്കു പരമേശ്വരും നീനാക്കുറുപ്പുമായിട്ട് അൻസിബയുടെ ഒരു കൂട്ടുകെട്ടിലേക്ക് പോയത്. അത് ഉണ്ടാകാനുള്ള സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിലിം ഫെസ്റ്റിവലിന് ഫുഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും അന്ന് 5 ലക്ഷം രൂപ അവിടെ ചിലവാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അന്ന് അൻസിബ അവരോട് ഒപ്പം ചേർന്നു എന്നൊരു വിവാദം ഉണ്ടാവുകയും അന്ന് ഇവരൊക്കെ ആയിട്ട് അകന്ന് പല രീതിക്ക് പോകുന്ന ഒരു നിലയിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. ഇതെല്ലാം നിൽക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, പണ്ട് മഹാനായ നടൻ തിലകൻ ചേട്ടൻ്റെ മകന് ഷമ്മി തിലകനെ പുറത്താക്കിയ ഒരു സാഹചര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
മലയാള സിനിമയ്ക്ക് സംഘടനയ്ക്ക് നാണക്കേടുണ്ടാകുന്ന സാഹചര്യത്തിൽ പല മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലെയും അദ്ദേഹം സംഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഒരു വിഷ്വൽ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. അതിലും വലിയ ഗുരുതരമായ തെറ്റുകളാണ് ഇപ്പോൾ സംഘടനയുടെ തലപ്പത്തിരുന്നവർ കാണിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് അവരെ പുറത്താക്കാൻ ഒരു ആർജവം കാണിക്കുന്നില്ല എന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്നു. മഹാനായ നടൻ തിലകൻ ചേട്ടൻ്റെ മകനെ ഷമ്മി തിലകനെ പുറത്താക്കാൻ കാണിച്ച ആർജവം എന്തുകൊണ്ട് ഈ സംഘടനയിലുള്ളവർ ഇപ്പോൾ കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാകുകയാണ്. ആ ചോദ്യത്തിന് മുന്നിൽ ഇവർ മറുപടി നൽകേണ്ടി വരും എന്ന് 21-ാം തീയതി മറുപടി നൽകേണ്ടതായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് മറ്റൊരു കാര്യം, കുക്കു പരമേശ്വരൻ്റെ മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്യുകയും അന്ന് മെമ്മറി കാർഡുകൾ അങ്ങനെ ഒരു കാർഡില്ല എന്ന് പറയുകയും പിന്നീട് അന്വേഷണ കമ്മിറ്റി വെച്ച് അങ്ങനെ ഒരു കാർഡ് ഉണ്ടായിരുന്നുവെന്നും അത് മരണപ്പെട്ട ലളിത ചേച്ചിയുടെ അടുത്ത് ഏൽപ്പിച്ചുവെന്നും കണ്ടെത്തുകയും ചെയ്തു. പല ആളുകളും മൊഴിയിൽ നിന്നും കണ്ടെത്തി. അതിൽ ഞാൻ വിശ്വസിക്കുന്നതാണ്. മരണപ്പെട്ട ഒരാളുടെ തലയിലേക്ക് കെട്ടി അതിൽ നിന്നും ഊരിപ്പോയ ഒരു സ്ഥിതിയാണ് കുക്കു പരമേശ്വരൻ കണ്ടത്. പിന്നീട് കുക്കു പരമേശ്വരും ഇവരൊക്കെ ആയിട്ട് വലിയ വിഷയമുണ്ടായി. അവസാനമുണ്ടായ അവിടുത്തെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് വലിയ വിഷയമുണ്ടാകുകയും പിന്നീട് ഓഫീസ് സ്റ്റാഫിനെ പിരിച്ചുവിടുകയും അതിന് തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനെയും അവിടുത്തെ ഓഫീസ് സ്റ്റാഫുമായി ചേർന്ന് പല അവിഹിതമുണ്ടെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. അതിൻ്റെ കുക്കു പരമേശ്വരൻ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഉണ്ണി ശിവാലിനെ ഇതിന് കൂട്ടുനിന്ന ഉണ്ണി ശിവാലിനെ പുറത്താക്കുകയും ചെയ്തു, മാറ്റി നിർത്തുകയും ചെയ്തു. കുക്കു പരമേശ്വരൻ മാറ്റി നിർത്താത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതും ചോദ്യം ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതാണ് ഇരട്ടത്താപ്പ് ഒരു സംഘടനയ്ക്കും പാടില്ല എന്ന് വ്യക്തമായി പറയുന്നത്. അതിനുശേഷം ഉണ്ടായ കുക്കു പരമേശ്വരൻ അതിനുശേഷം ഒരു വീഡിയോ പുറത്തു വിടുകയായിരുന്നു. അത് റിപ്പോർട്ടർ ടി വിയിലാണ് ആ വീഡിയോ പുറത്ത് വന്നത്. റിപ്പോർട്ടർ ടി വിയിലെ ചാനലിലെ ന്യൂസ് വായിക്കുന്ന മാധു പറയുന്നു, ഇത് CCTV ദൃശ്യങ്ങൾ, ഇത് വലിയ ഗുരുതരമല്ലേ CCTV ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് റിപ്പോർട്ട് ചെയ്ത ലേബി പറയുന്നു, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, നമ്മളത് അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ ഈ വീഡിയോ കൊടുത്തത്, ഈ വീഡിയോ സഹിതമായിരുന്നു ഓഡിയോ സംഭാഷണം കൊടുത്തത് മാലാ പാർവതി ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു എന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയും ആ മെസ്സേജ് എനിക്ക് കിട്ടുകയും അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതപ്പോൾ തെളിയിക്കുന്നു കുക്കു പരമേശ്വരൻ കൊടുത്തത് മാലാ പാർവതിക്ക്. ന്യൂസ് ചാനൽ കൊടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല. അതന്നും പറഞ്ഞു ന്യൂസ് ചാനൽ കൊടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല. മാലാ പാർവതിക്ക് അത് വാങ്ങാനുള്ള അധികാരം എന്താണെന്ന് ഞാനൊരു ചോദ്യം ഉന്നയിച്ചിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇതിൻ്റെ അന്വേഷണം വന്നപ്പോൾ ശ്വേതാമേനോൻ വാർത്താസമ്മേളനം നടത്തി കൃത്യമായി പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കുക്കു പരമേശ്വരൻ കൃത്യമായി പറയുന്നു, ഇത് മാലാ പാർവതിക്ക് ഞാൻ കുക്കു പരമേശ്വരൻ കൊടുത്തതാണെന്നും അത് തെറ്റായി പോയി എന്നുള്ളൊരു കീഴ്വഴക്കം ശരിയല്ലെന്നും എക്സിക്യൂട്ടീവ് യോഗത്തിൽ കൃത്യമായി കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്ന് പറയുന്നു. ഞാനിത് വാർത്ത ചെയ്തിരുന്നു. ആ വാർത്ത ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് മാലാ പാർവതി വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് മറുപടി ഞാൻ നൽകുന്നതാണ്. മാലാ പാർവതി എന്തുകൊണ്ടാണ് ഈ വാർത്ത ആ കുക്കുവിൻ്റെ കയ്യിൽ നിന്നും എന്തിനു വാങ്ങി, എന്തിനാണ് അത് ചാനലുകളിൽ എങ്ങനെയാണ് എത്തിയത്? മാലാ പാർവതിയാണോ കുക്കു പരമേശ്വരൻ മറ്റാരെങ്കിലും ആണോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തെളിവില്ല. പക്ഷേ കുക്കു പരമേശ്വരൻ കൊടുത്തത് മാലാ പാർവതിയുടെ കയ്യിലാണെന്ന് കൃത്യമായി തന്നെ കുക്കു പരമേശ്വരൻ പറഞ്ഞപ്പോൾ അത് ഞാൻ വാർത്ത ചെയ്തപ്പോൾ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിയമപരമായി തന്നെ ഞാനും നേരിടും, എൻ്റെ സ്ഥാപനവും നേരിടുമെന്ന കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മുഹമ്മദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. മുഹമ്മദിനെ ഞാൻ പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തും മുഹമ്മദ് കൃത്യമായിട്ട് ഒരു ദിവസം, എനിക്ക് ദിവസം ഓർക്കില്ല, വൈകിട്ട് 5 മണിക്ക് ഇവിടെ എത്തുമെന്നും മാധ്യമങ്ങളെ കാണാമെന്നും എന്നോട് പറയുന്ന മുഹമ്മദിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നു. അന്ന് വൈകിട്ട് 4:18 മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നു. മുഹമ്മദ് എവിടെയാണെന്ന്, മുഹമ്മദിനെ ആരാണ് മാറ്റിയതെന്നും മുഹമ്മദിനെ ആരാണ് സ്വാധീനം ചെലുത്തിയതെന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെന്ന കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 21-ാം തീയതിയിലത്തെ ആ മീറ്റിങ്ങിൽ പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഇത്തരം ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം സംഘടനയ്ക്ക് പേരുദോഷമുണ്ടായ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പലപ്പോഴും പറയുന്നു ഹൈദരലി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ, പേര് പറയാതെ ഒരു യൂട്യൂബറാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോർത്തുന്നത്, യൂട്യൂബറാണ് ഇതൊക്കെ കിട്ടുന്നതെന്ന് മാലാ പാർവതി എല്ലാ മാധ്യമങ്ങളും കയറിയിരുന്ന് സംസാരിച്ച ഒരു കാര്യം ഞാൻ ഓർമ്മയിൽ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാലാ പാർവതി എടുത്ത് പറഞ്ഞത്, മാലാ പാർവതി എന്തിനാണ് കുക്കുവിൽ നിന്നും ആ ഓഡിയോ വാങ്ങിയത്? കുക്കു പറയുന്നു മാലാ പാർവതിക്ക് തന്നു. അപ്പോൾ അവർ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് അത് CCTV ദൃശ്യങ്ങളല്ല എന്ന്. CCTV ദൃശ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, അതൊരു മറ്റൊരു ചാനൽ പറഞ്ഞു CCTV ദൃശ്യങ്ങൾ പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല രീതിക്ക്
സംഘടനയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയും അവർക്കെല്ലാം ഷോക്കേസ് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ പ്രസിഡന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രസിഡന്റിന് പറയാനുള്ളത് പ്രസിഡന്റാണ് പറഞ്ഞത്, മറ്റുള്ളവരല്ല പറയേണ്ടത്. നീനാക്കുറുപ്പും ലക്ഷ്മിപ്രിയയുള്ള വിഷയം കോടതിയിലായിരുന്നു. അത് പോലീസ് സ്റ്റേഷനിലായിരുന്നു. അതങ്ങനെ നടക്കുന്നുണ്ട്. അൻസിബ കൊടുത്ത കേസും കോടതിയിൽ പോലീസ് സ്റ്റേഷനിലുണ്ട് ലക്ഷ്മിപ്രിയയ്ക്കുള്ളത്. അത് പോലീസിൽ തന്നെ പറയുന്നു അതിന് അടിസ്ഥാനമില്ല എന്ന് പോലീസ് പറയുന്നു. ടിനിയുടെ കേസിലും പോലീസിൽ തന്നെയാണ് പരാതിപ്പെട്ട് ഇവരെയൊക്കെ മൊഴിയെടുക്കുകയും ചെയ്തു. അൻസിബ പറയുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം അൻസിബ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു. നീതി അത് വിദൂരമല്ല എന്നൊക്കെ കണ്ടന്റോടുകൂടിയാണ് അൻസിബ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അൻസിബ എന്ന് പറയുന്ന അൻസിബയോട് ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളെല്ലാം ഒരു ടേബിളിന് ചുറ്റും ഇരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളുള്ളൂ. ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായപ്പോൾ അൻസിബ അത് എതിർത്ത കാര്യം എനിക്കറിയാം. എതിർത്തവരെയും മറ്റുള്ളവരെ എനിക്കറിയാം. അതൊന്നും ഒരു വർഗീയതയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്, ആ സംഘടനയിലുള്ളവർ തന്നെയാണ് മറുപടി പറയേണ്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചില ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ ഒരാൾ വാർത്ത ചെയ്യുന്നത് കണ്ടു, അൻസിബയെ വഴി തെറ്റിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റാണ്, ടിനിയെ വഴി തെറ്റിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഹൈദരലിയാണെന്ന്. നമ്മൾ ആരെയും വഴി തെറ്റിക്കേണ്ട കാര്യമില്ല, ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് സത്യം എന്താണെന്ന് അറിയാവുന്ന രീതിയിൽ സത്യസന്ധമായിട്ട് മുന്നേറുന്ന ആളുകൾ തന്നെയാണ് ഈ സംഘടനയിലിരിക്കുന്നത്. ഈ സംഘടന അത്രമാത്രം ആളുകളിരുന്ന ഒരു സംഘടനയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാർത്ത എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഞാൻ ചെയ്ത ഓക്സിജനിൽ നിന്ന് ഫോൺ വാങ്ങിയ വാർത്ത ഞാൻ ചെയ്തതുകൊണ്ട് സമൂഹം അറിഞ്ഞു, അമ്മയിലെ പല അംഗങ്ങൾ പറയും ഞാനുള്ളത് കൊണ്ട് വാർത്തകൾ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞ താരങ്ങൾ വരെയുണ്ട്. ആ വാർത്തകൾ, ഞാൻ ചെയ്ത വാർത്തകൾ എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾ പറയുന്ന സംഭവത്തിൽ നിങ്ങൾ പറയുന്ന രീതിക്ക് പറയുന്ന പണിയെ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ചെയ്ത വാർത്തയും അവിടെ എഴുതി വെച്ചിരിക്കുന്ന മീൻസ് ബുക്കും എടുത്തുകൊണ്ട് വരണം. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് തന്നെയാണോ ഞാൻ പറഞ്ഞത് നിങ്ങൾ തെളിയിക്കേണ്ടതായി വരുമെന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും 21-ാം തീയതി എന്ന് പറയുന്ന ആ ദിവസത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പൂർണ്ണമായും അംഗങ്ങൾ എത്തുമെന്ന് പറയുന്നു. പക്ഷേ പലതും സംഭവിക്കും. ഈ സംഘടനയിൽ ഇപ്പോൾ നിലവിലുള്ള അംഗങ്ങൾക്ക് തുടരാൻ കഴിയുമോ, ഈ പുതിയ ഭാരവാഹികൾ വരുമോ, അതൊരു നോമിനേഷൻ ചെയ്തായിരിക്കും വരിക. എന്തായാലും ഇലക്ഷനിലേക്ക് പോകാൻ കഴിയില്ല. ഭൂരിഭാഗം അഭിപ്രായം ഇവർ വേണ്ട എന്ന് വെച്ചാൽ വേണ്ട, അല്ലെങ്കിൽ ഇതിൽ നിന്നും ആരെങ്കിലും ഇരിക്കണമെങ്കിൽ ഇരിക്കാം. പുതിയ ആളുകൾ വരണമെങ്കിൽ നോമിനേഷൻ ചെയ്ത് കൈപൊക്കിക്കൊണ്ട് അവരെ ഇരുത്താം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒപ്പ് ശേഖരണമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ ഉള്ളവരെ ഈ നിലവിലുള്ളവരെ മാറ്റണമെന്ന രീതിക്ക് ഒപ്പ് ശേഖരണം വരെ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് പറയുന്നത്. അൻസിബ എന്ന് പറയുന്ന ആ താരം അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തിരഞ്ഞെടുത്തപ്പോൾ അന്നു മുതൽ അവിടെ പ്രശ്നങ്ങൾ നടന്നു. അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണെന്നും കൂടെ പറയണം. ആ പ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ കൂടെ ഓർമ്മയിൽപ്പെടുത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ പല ആളുകളും ഇങ്ങനത്തെ പ്രശ്നക്കാരുണ്ടാക്കി എന്ന കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം. 21-ാം തീയതി വരെ കാത്തിരിക്കാം. 21-ാം തീയതിയാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് ജനറൽ ബോഡി നടക്കുന്നത്. ഇതിന് മുന്നോടിയായി 19-ാം തീയതിയും 20-ാം തീയതിയും എക്സിക്യൂട്ടീവ് യോഗമുണ്ട്. പല കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ മറ്റോ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ CCTV ക്യാമറ വെച്ച ഒരു സ്ഥലമാണ് അമ്മയുടെ ഓഫീസ്. അവിടെ എല്ലാം ഓഡിയോ റെക്കോർഡിങ് ഉണ്ണി ശിവാലിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്തത്. അതിൻ്റെ ഓഡിയോ ഉൾപ്പെടെ പുറത്തു പോയിട്ടുണ്ട് എന്നതും വലിയ ഗുരുതരമായ ഒരു കാര്യമാണ്. ആ മീറ്റിംഗ് കൂടുന്ന റൂമിൽ വരെ ഓഡിയോ റെക്കോർഡിംഗ് ഉള്ള ഒരു ക്യാമറ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാരാണ് വാർത്ത ചോർത്തുന്നത്? ആരുടെ കയ്യിലാണ് ഈ ക്യാമറയൊക്കെ കാണാനുള്ള അധികാരമുള്ളത്? അന്ത് മറ്റുള്ളവരെ പഴിയാറുന്നതിൽ ഒരർത്ഥവുമില്ല. വാർത്ത കിട്ടിയാൽ ഫോൺ ചെയ്ത് നമുക്ക് ചോദിച്ച വാർത്തകൾ കിട്ടിയാൽ വാർത്ത കൊടുക്കാൻ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിൽക്കുന്നത്. അതിൽ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സാറ്റലൈറ്റ് ചാനൽ വലിയ വാർത്ത ചെയ്തുകൊണ്ടു എനിക്കെതിരെ മാലാപാർവതി വക്കീൽ നോട്ടീസ് അയച്ചു വന്ന്. ഞാൻ എപ്പോഴും ആ സുഹൃത്തിനെ വിളിക്കാറുണ്ട്, ആ സുഹൃത്ത് എന്നെ വിളിക്കാറുണ്ട് വാർത്തകൾ വേണ്ടി. ഞാൻ ആ സുഹൃത്തിനെ അത് കഴിഞ്ഞ് ചോദിച്ചു. അതിൽ ലാസ്റ്റ് ആ സുഹൃത്ത് പറയുന്നത് എനിക്കെതിരെ ഇതിനു മുമ്പ് അവിടെ പരാതി ഉണ്ടെന്ന്. ആ പരാതി ഒന്ന് കാണിച്ചു തന്നെ എൻ്റെ ആ സുഹൃത്തിൻ്റെ അടുത്ത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. 21-ാം തീയതി രാവിലെ മുതൽ നമ്മളും ഉണ്ടാവും ലൈവായിട്ട് ഈ വാർത്ത ചെയ്യാൻ.